സവാദ് എന്നവർ നബിയെ ഒന്ന് വിളിക്കുകയാണ്. നബിയെ, ആ സമയം അതാ ഉരത്ത് യാ മൗലൽ ഉറൂബ, ഉശിരങ്ങൾ യാ ഹബീബ, ഉദിമങ്കും ത്വാബ ത്വാബ യാ റസൂലല്ലാഹ്. ഫെരിയോനുമൈറക്കൈ ഫേഷും ജിന്നിൻ സിടക്കൈ ഫിരിശം റസൂലദക്കൈ യാ സഫിയല്ലാഹ്. ഉരത്ത് യാ മൗലൽ ഉറൂബ, ഉശിരങ്ങൾ യാ ഹബീബ, ഉദിമങ്കും ത്വാബ ത്വാബ യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങ് ജിന്നിലും ഇൻസിലും ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടവരല്ലേ. അങ്ങയിൽ നിന്ന് നീതിയല്ലാത്തൊന്നും വരൂലല്ലോ. പക്ഷേ അങ്ങ് എന്നെ ഈ സൊഫ് റെഡിയാക്കുമ്പോൾ അടിച്ചത് എനിക്ക് വല്ലാതെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കതിന് പ്രായശ്ചിത്തം ചെയ്യണം. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സവാദിനോട് ചോദിക്കുകയാണ്, അല്ല, അങ്ങക്ക് എന്താണ് പ്രായശ്ചിത്തമായിട്ട് വേണ്ടത്? സവാദ് എന്നവർ പറയുകയാണ്, എനിക്ക് വേണ്ടത് അത് എന്നെ എങ്ങനെയാണോ അങ്ങ് അടിച്ചത് അതുപോലെ തന്നെ അടിക്കണം. ഈ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി സവാദ് റളിയല്ലാഹുവിന് കൊടുക്കുകയാണ്. അങ്ങനെ സവാദ് റളിയല്ലാഹുവിന് ആ വടി വാങ്ങിയിട്ട് പറയാം, ഇത് പോരാ, എനിക്ക് എന്നെ അടിക്കുമ്പോൾ കമീസ് എൻ്റെ മേത്തില്ലായിരുന്നു, അതുപോലെ തന്നെ അങ്ങേയും അടിക്കാനാണ് എനിക്ക് ആഗ്രഹം. ആ സമയം സ്വഹാബത്തെല്ലാവരും നെട്ടിത്തെരിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് നബിയുടെ ആ നീക്കം കാണുന്നത്. നെയ്നാർ നബി ത്വാഹ കമീസൈ കേറ്റി നാവിണ്ട് സവാദോടി അടുത്തോ തീറ്റി ഐനാൽ തിരുബത്തൻ അയർത്ത് നോക്കി അടുത്ത് പോളിത്താശ മിളിയോളുക്കി മൈമാൻ മഹാജു ആൽ മലർ കഞ്ചത്തെ മധുപൂരണം കണ്ടേ പടിക്കടുത്തേ കൈ നൽകി ഇതും ചാട്ടി കതിരോൻ മാശങ്കുമ്മൈ പുടിത്ത് പൂട്ടി പൊരുളാൽ ഭക്തനോട് മുഖത്തെ ചേർത്തി പൊളിയും കടലിഷ്ടാൽ അണഞ്ഞു മൊത്തി നീനാർ നബി ത്വാഹ കമീസൈ കേറ്റി നവിണ്ട് സവാദോരോ അടുത്ത് തീറ്റി. നെയ്നാർ നബി ത്വാഹ അങ്ങ് കമീസ് അങ്ങ് കേറ്റുകയാണ്. ഈ സമയം സ്വഹാബത്തെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, സവാദ് എന്നവരെ അടിക്കോ എന്നുള്ളത്. യുദ്ധത്തിൻ്റെ വക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോഴല്ലേ ഈ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കമീസ് അങ്ങ് കയറ്റിയപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു ആ വടി അങ്ങ് നിരത്തി വെച്ചിട്ട് അങ്ങ് ബത്തനിൽ കൂട്ടിപ്പിടിച്ച് മുഖം അങ്ങ് ചേർത്തി പിടിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഞാൻ കുറേ കാലമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു അങ്ങയുടെ ശരീരത്തിൽ എൻ്റെ ശരീരം ഒന്ന് തട്ടിക്കണമെന്ന്. അതെന്താ വെച്ചാൽ ഈ യുദ്ധത്തിലെങ്ങാനും ഞാൻ മരണപ്പെട്ടു പോയാൽ അങ്ങയുടെ ശരീരത്തിൻ്റെ ഭാഗം തട്ടിയെടുത്ത് അത് നരകത്തിൽ തൊടൂലല്ലോ എന്ന് ധൈര്യം എനിക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോഴാണ് ആ സമയത്ത് അതാ ഒരു ചുവന്ന ഒട്ടകം ഹൗലിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ വരുന്നു. അണ്ട് പുനറാവി ഉരൈ കണ്ടർ നബിയോരെ ഹൗലിണ്ട് ജലം മുക്കുവതിനായി അന്തെ കുറേശോർ ചിലരും മുന്തിടെ ഹക്കീമുമെ ചുഗന്ധ നെടിയിലേറി നടവായി കണ്ടു നബി കുറി ഹക്കീം വെണ്ടി ഒരു ഫേർ സലിലും നണ്ടുകിൽ കൂലുക്കുവതിനായി ഖാത്തിമരെ ഏകൽ ഫടി കാത്ത് കുളമം തനെ പാത്തി സ്വഹാബാക്കൾ നിലവായി അണ്ട് പുനറാവി ഉരൈ കണ്ടർ നബിയോരെ ഹൗലിണ്ട് ജലം മുക്കുവതിനായി അന്തെ കുറേശോർ ചിലരും മുന്തിടെ ഹക്കീമുമെ ചുഗന്ധ നെടിയിലേറി നടവാ. ഹക്കീം ബിൻ ഹിസാമല്ലേ ആ വരുന്നത്? ചുവന്ന ഒട്ടകമാണല്ലോ. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഉപരോധത്തിൽ ഖുറൈശികൾ എന്നെ ഉപരോധിച്ചപ്പോൾ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നവനാണ് ഹക്കീം ബിൻ ഹിസാം.
അവർ വരികയാണെങ്കിൽ ഹൗലിൽ നിന്ന് വെള്ളം എടുത്തോട്ടെ, പക്ഷേ വേറൊരു കുറേശി കയറും വന്നാലും അങ്ങ് വെള്ളം കൊടുക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുകയാണ്. ഈ സമയം ഹക്കീം ബിൻ ഹിസാം വരുന്നതിന് പിന്നാലെ മറ്റു കുറേശികളും വരുന്നത് അവിടുന്ന് സ്വഹാബകൾ കാണുന്നുണ്ട്. പക്ഷേ ഹക്കീം ബിൻ ഹിസാം ഒട്ടകത്തിൻ്റെ വലത്തെ ചെവി പിടിച്ച് ഒന്ന് തിരിച്ചുകയാണ്. ഈ സമയം ഹക്കീം ബിൻ ഹിസാമിൻ്റെ ഒട്ടകത്തിൻ്റെ വേഗത അങ്ങ് കുറയുകയും മറ്റു കുറേശികൾ മുമ്പിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ആ സമയത്ത് അസ്വദ് എന്നവർ ഹൗലിൻ്റെ അടുക്കലെത്തുകയാണ്. ആ സമയത്ത് അതാ ആനഫോദസദുൽ ഇല അരിഹംസ ചാടിയടുത്തുടൻ ആരടാ ശുജഅത്തുരത്തമി ഹൗലിൽ നിന്റെ കുടിപ്പവൻ ഞാനുമറ്റ നബിയുന അമർയണ്ടി ഹൗലിലടുപ്പതാർ ഞാനിരക്കവജിന്നു മിൻസിലും നാങ്ക് ദിക്കിലുമില്ല ഫേർ ആനഫോദസദുൽ ഇല അരിഹംസ ചാടിയടുത്തുടൻ ആരടാ ശുജഅത്തുരത്തമി ഹൗലിൽ നിന്റെ കുടിപ്പവൻ. അതാ അസദുല്ലാഹി അങ്ങ് വരുമ്പോൾ, അസ്വദ് അങ്ങ് വരുമ്പോൾ അള്ളാഹുവിൻ്റെ സിംഹം അങ്ങ് ഇപ്പോൾ ചാടി വരികയാണ് ഹൗലിൻ്റെ അടുക്ക്. ഈ സമയം ഹംസ റളിയല്ലാഹു അൻഹു അസ്വദിനോട് ചോദിക്കുകയാണ്, ആരടാ? അപ്പോൾ ഞാൻ ഹൗലിൽ നിന്ന് വെള്ളമെടുക്കാൻ വന്നതാന്ന് പറയുന്നു. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദമില്ലാതെ ഈ ഹൗലിൽ നിന്ന് ഒരു ജിന്നിനും മിൻസിനും വെള്ളമെടുക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് അസ്വദിനോട് ഹംസ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇത് കണ്ട് സ്വഹാബത്തെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, എന്താണ് ഇനി സംഭവിക്കുക. ആ സമയം അതാ അസ്വദിൻ്റെ തലയങ്ങ് നിലത്തിലേക്ക് മുത്തുന്ന കോലത്തിൽ ഒരൊറ്റ വെട്ടുകൊടുക്കുകയാണ്. മുഹാജിറണ്ട ബാക്ക് കേട്ടി മുന്തി മൂണ്ട് സിംഹരാം മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറ ജിഹാബഹത്ത രണ്ടു സഫടിക്കു ചെണ്ടു ഹാലിറാം ചീർമതം തിരുത്തിക്കൊണ്ട് ചൊടി അന്ത കാഫിറാം ഭാവിലത്ത മുറ്റ അബ്തൊലിങ്ങളെ ഇറാം മസലടുത്ത് ഉങ്ങളാരുതക്കമേ മുഹാജിറാം ഇഹാനതാക്കിടേണ്ട നിർ അറിയുമല്ല അക്സറാം എങ്കളും പിറന്തോരാകും ഫി ഉമ്മിൽ ഖുറ മുഹാജിറണ്ട ബാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹരാം മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറ ജിഹാദ് രണ്ടു സഫടിക്കു ചെണ്ടു ഹാലിറാം ചീർമതം തിരുത്തിക്കൊണ്ട് ചൊടി എന്ത കാഫിറ. ഈ സമയം ഖുറൈശികളിൽ നിന്ന് 3 ആളുകൾ മുമ്പിലേക്ക് വരികയാണ്. ഉത്ബത്തും മകൻ വലീദും അതുപോലെ തന്നെ സഹോദരൻ ഷൈബത്തുമായിരുന്നു മുന്നോട്ട് വന്നത്. ഈ മുന്നോട്ട് വരുന്നത് കണ്ട് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്നും 3 പേര് അത് അൻസാരികളായിരുന്നു. അവരങ്ങ് മുന്നോട്ട് വരികയാണ്. ഔഫും അബ്ദുല്ലാഹി ബിൻ റവാഹും അതുപോലെ തന്നെ സഹോദരൻ ഹാരിസും ആണ് വന്നത്. അങ്ങനെ ഇവർ വരുന്നത് കണ്ട് ഈ ഉത്ബത്തും ഷൈബത്തും വലീദും പറയുകയാണ്, നിങ്ങൾ ആര്? ആ സമയം ഇവരോട് ഞങ്ങൾ മദീനക്കാരാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട, ഞങ്ങളുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ നാട്ടിലേക്ക് വന്ന മുഹാജിരിങ്ങളാണ് ആവശ്യമെന്ന് പറയുകയാണ്. അങ്ങനെ അത് കേട്ട സമയത്ത് അതാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അങ്ങ് മുമ്പിലേക്ക് വരികയാണ്. ഈ മുമ്പിലേക്ക് വരുന്നത് കണ്ട ഉത്ബത്തും വലീദും ഒക്കെ ചോദിക്കുകയാണ്, നിങ്ങളാരെന്ന്? അപ്പം ഞങ്ങൾ മക്കക്കാരാണെന്ന് പറയുകയാണ്. നിങ്ങൾ കളിയാക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ ഉമ്മുൽ ഖുറയിൽ ജനിച്ചവരാണ്, ഞങ്ങൾക്ക് നിങ്ങളെയും അറിയാം, നിങ്ങൾക്ക് ഞങ്ങളെയും അറിയാം. ഈ സമയം യുദ്ധം കൊടുമ്പിരി കൂടുകയാണ്. ആ സമയത്ത് അതാ ഉത്ബത്തിനെയും ഷൈബത്തിനെയും വലീദിനെയും ഒറ്റടിക്ക് ഈ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അങ്ങ് തീർക്കുകയാണ്. ഇത് കണ്ട ഖുറൈശികളെല്ലാം അന്താളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഖുറൈശികൾ ഈ സമയത്ത് തന്നെ അവർ കൂട്ടമായൊരു യുദ്ധത്തിന് മുന്നോട്ട് വരികയാണ്. അങ്ങനെ കൂട്ടമായ യുദ്ധത്തിൽ അവർ പിന്നോട്ട് ചിതറി ഓടുകയാണ് ചെയ്തത്. അങ്ങനെ യുദ്ധം അവസാനിക്കുകയും യുദ്ധത്തിന് ശേഷം ബദരീങ്ങൾക്ക് വലിയ പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ജാവ് വർക്കത്ത് കൊണ്ട് ഇരുലോകത്തും നമ്മയെ വിജയിപ്പിച്ചു മാറാട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇരുൾ പരക്കുന്ന ഇന്ന്